ലീഗിന്റെ കാര്യം കഷ്ടമാണ്. അവസാനം വഖഫ് പ്രശ്നത്തിലും വയനാട്ടിൽ നിന്നും തങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട കോൺഗ്രസ് എം പി അവരുടെ പ്രശ്നം സംസാരിക്കാൻ പാർലമെന്റിന്റെ പരിസരത്തൊന്നുമില്ല. വടകരയിൽ നിന്നും അവർ തെരഞ്ഞെടുത്തു വിട്ട കോൺഗ്രസ് എം പി വാ തുറന്നുമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും സുരക്ഷിതമായൊരു മണ്ഡലം തേടി രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വരേണ്ടി വന്നു. ആന്റണിക്ക് മുഖ്യമന്ത്രിയാകാനും ലീഗാണ് സീറ്റ് കൊടുത്ത് രക്ഷപ്പെടുത്തിയത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒറ്റ മണ്ഡലം പോലും മുഖ്യമന്ത്രിയായിരുന്നിട്ട് പോലും ജയിക്കാവുന്നതെന്ന് അന്ന് കോൺഗ്രസിന് ഉറപ്പുണ്ടായിരുന്നില്ല. അരനൂറ്റാണ്ട് കയ്യിൽ വെച്ച വടക്കാഞ്ചേരി മന്ത്രിയായിരുന്ന മുരളീധരനെ മത്സരിക്കാൻ അന്നത്തെ MLA ആയിരുന്ന ബി ബൽറാമിനെ രാജിവയ്പ്പിച്ച് മത്സരിപ്പിച്ചിട്ട് എന്തുണ്ടായി എന്നുകൂടി ഓർക്കണം. തങ്ങളുടെ കേന്ദ്ര സംസ്ഥാന ലീഡർഷിപ്പിന് പോലും സുരക്ഷിതമായൊരു മണ്ഡലം കേരളത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് കോൺഗ്രസിന് ആന്റണിയുടെ കാലം മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം വരെ ആത്മവിശ്വാസമില്ല. നിലവിൽ മലബാറിലോ അവിടെ നിന്ന് തെക്കോട്ട് പോയാൽ തൃശൂർ വരെയുള്ള പഴയ കൊച്ചി രാജ്യത്തോ വരെയുള്ള കൊച്ചിയിലോ ഒരൊറ്റ സീറ്റിൽ പോലും ലീഗിന്റെ വോട്ടില്ലാതെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസിന് എന്തായിരുന്നു മുസ്ലിം ലീഗ്? നമുക്ക് കുറച്ചൊന്ന് പിന്നിലേക്ക് നോക്കാം. 57-ലെ ആദ്യത്തെ ഐക്യ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 60 സീറ്റ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 9 സീറ്റ്, 8 സീറ്റ് ലീഗിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 43 സീറ്റുകൾ, മുണ്ടശ്ശേരി അടക്കം 5 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രർ. ഇതിൽ ലീഗിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാത്രമാണ് ഒറ്റയ്ക്ക് മത്സരിച്ചവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു, ലീഗിന് സ്വാഭാവികമായും റോളില്ല. ലീഗ് ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ല. വിമോചന സമരം വഴി മന്ത്രിസഭയെ വലതുപക്ഷ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ശക്തികൾ അട്ടിമറിക്കുന്നു. നെഹ്റു മന്ത്രിസഭയെ പിരിച്ചുവിടുന്നു. 6 മാസം രാഷ്ട്രപതി ഭരണം. 1960 ഫെബ്രുവരിയിൽ വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇത്തവണ കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ് സഖ്യം ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റുകളുടെ എണ്ണം 29 കുറഞ്ഞു. അതേസമയം വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വ്യത്യാസം ഇല്ലതാണ്. 43-ൽ നിന്ന് 63-ലേക്ക് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി. മുസ്ലിം ലീഗ് 8 സീറ്റിൽ നിന്നും 11 സീറ്റിലേക്ക് വളർന്നു. മലബാറിലും കൊച്ചിയിലും മുഖ്യമായും മുസ്ലിം ലീഗ് വോട്ടുകളായിരുന്നു കോൺഗ്രസിന് തുണയായത്. PSPയുടെ പട്ടം താണുമുള്ള മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ R ശങ്കർ ഉപമുഖ്യമന്ത്രി. ലീഗിന്റെ വോട്ട് വാങ്ങിയാണ് ജയിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് ലീഗ് ഒരു വർഗീയ കക്ഷിയായി മാറുന്നു. ലീഗിന്റെ ആരെയും മന്ത്രിസഭയിൽ എടുക്കില്ല എന്ന് കോൺഗ്രസ് വാശി പിടിക്കുന്നു. പകരം സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്യുന്നു. സിരി സാഹിബ് സ്പീക്കർ ആകുന്നു. 61-ൽ സിഹി സാഹിബ് അന്തരിക്കുന്നു. സ്വാഭാവികമായും ലീഗിന്റെ 11 MLA-മാരും ഒരാൾ സ്പീക്കർ ആവേണ്ടതാണ്. എന്നാൽ വീണ്ടും ഒരാൾ ലീഗിൽ നിന്നും സ്പീക്കർ ആകുന്നതിന് കോൺഗ്രസ് അടിമുടി എതിർക്കുന്നു. ഇനി അഥവാ ലീഗിൽ നിന്ന് ഒരാൾ കോൺഗ്രസ് സ്പീക്കർ ആവുകയാണെങ്കിൽ തന്നെ അയാൾ ലീഗിലെ അംഗത്വം രാജിവെച്ച് മതേതരത്വം തെളിയിച്ചാൽ മാത്രമേ സ്പീക്കർ ആകാൻ കഴിയൂ എന്ന് കോൺഗ്രസ് പറയുന്നു. അടിമുടി മാന്യനും മതേതരവാദിയുമായിരുന്ന CH മുഹമ്മദ് കോയ അപമാനിതനായി ലീഗിൽ നിന്നും പ്രാഥമിക അംഗത്വം രാജിവെച്ച് സ്പീക്കർ പദവി ഏറ്റെടുക്കാൻ നിർബന്ധിതനാകുന്നു. അവിടെ തീർന്നില്ല. 62 ഫെബ്രുവരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. മുൻ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കുണ്ടായിരുന്ന 2 സീറ്റ് ലീഗ് സ്വാഭാവികമായും ആവശ്യപ്പെടുന്നു. ആ 2 സീറ്റ് ലീഗ് ഒറ്റയ്ക്ക് ജയിച്ചതാണെന്ന് മറക്കരുത്. ഒറ്റ സീറ്റും കൊടുക്കില്ലെന്ന് കോൺഗ്രസ് വാശി പിടിക്കുന്നു. CH മുഹമ്മദ് കോയ രാജിവെക്കുന്നു. അവിടെ തൻ്റെ മാന്യത അദ്ദേഹം കാണിച്ചു. പത്രക്കാരെ വിളിച്ച് ഞാനിനി സ്പീക്കർ അല്ല എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു. 65-ലെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ CPM-ന് മന്ത്രിസഭ ഉണ്ടാക്കുക സാങ്കേതികമായി മിക്കവാറും അസാധ്യമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിച്ച 40 പേരിൽ 29 പേരും ജയിലിലായിരുന്നു. ലീഗിന് അപ്പോഴും 6 സീറ്റുണ്ട്. സ്വാഭാവികമായും നിയമസഭ പിരിച്ചുവിടപ്പെടുന്നു. സംസ്ഥാനം 67 വരെ രാഷ്ട്രപതി ഭരണത്തിലാകുന്നു.
67 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആദ്യമായി ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടങ്ങുന്ന സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു. ലീഗ് 14 സീറ്റ് നേടുന്നു. കോൺഗ്രസ് ആദ്യമായി ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങുന്നു, 9 സീറ്റ്. കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും തോറ്റുപോയ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ് കെ കരുണാകരനെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിൽ അപ്പോൾ എത്തിക്കുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വരുന്നു. കോൺഗ്രസ് സ്വന്തം പാർട്ടിയിൽ നിന്നും രാജിവയ്പ്പിച്ച് അപമാനിച്ച് സ്പീക്കറാക്കി പിന്നീട് അപമാനിച്ചു പുറത്താക്കിയ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു. ലീഗിൽ നിന്നും രണ്ടാമത്തെ മന്ത്രിയായി അഹമ്മദ് ഗുരുക്കളും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. EMS മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. പിന്നീട് കേരള മുസ്ലിങ്ങളുടെ ആകമാനമുള്ള സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ച ആ നിർദ്ദേശത്തെ കോൺഗ്രസ് അടിമുടി എതിർക്കുന്നു. സ്വാഭാവികമായും ജനസംഘവും കൂടെയുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് AP വാജ്പേയി ആയിരുന്നു മലപ്പുറം ജില്ലാ വിരുദ്ധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. K കേളപ്പൻ, കോൺഗ്രസുകാരുടെ സ്വന്തം കേളപ്പജി, രക്ഷാധികാരി. മലപ്പുറത്തെ അങ്ങാടിപ്പുറത്തുള്ള തളിയിലെ കാടുപിടിച്ചു കിടന്ന ഒരു പറമ്പിൽ പെട്ടെന്നൊരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ അവിടെ പണ്ട് ശിവക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ടിപ്പു അത് പൊളിച്ചു കളഞ്ഞതാണെന്നും പ്രചരിപ്പിക്കപ്പെടുന്നു. അവിടെ അക്കാലത്ത് നടന്ന ഒരു കൊലപാതകത്തെ വർഗീയവൽക്കരിക്കുന്നു. കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളായ K കേളപ്പനും KP കേശവമേനോനുമാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ വിഷലിപ്തമായ വർഗീയത കൊണ്ട് നേരിടാൻ ശ്രമിച്ചതെന്ന് ഓർക്കണം. EMS നയപരമായി പ്രശ്നത്തെ നേരിടുന്നു. ക്ഷേത്രമായിരുന്നു എന്ന സമരക്കാരുടെ വാദം അദ്ദേഹം അങ്ങ് അംഗീകരിക്കുന്നു. എന്നിട്ടും വെറും പറമ്പിനെ പുരാവസ്തുവായി പ്രഖ്യാപിച്ച് അവിടെ ആരാധന നിരോധിക്കുന്നു. അവിടേക്കുള്ള പ്രവേശനം നിരോധിക്കുന്നു. ലീലാ ദാമോദര മേനോൻ അടക്കമുള്ള കോൺഗ്രസ് വനിതാ നേതാക്കൾ പോലീസിന്റെ തടസ്സങ്ങൾ മറികടന്ന് ശിവലിംഗത്തിന്റെ അടുത്തെത്തി ആരാധനയൊക്കെ നടത്തിയെങ്കിലും മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിന്റെ കേന്ദ്രമായി പ്രശ്നത്തെ പ്രതിഷ്ഠിക്കാനുള്ള കോൺഗ്രസുകാരുടെ ശ്രമത്തെ ടൈമിംഗ് നീട്ടിയെടുത്ത് EMS കാറ്റൂതി വിട്ടു. അങ്ങനെ അങ്ങ് ലീഗിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും ഇന്നത്തെ പല പുരോഗതിയുടെയും കാരണമായ മലപ്പുറം ജില്ല കോൺഗ്രസുകാരിൽ നിന്നും രക്ഷപ്പെടുന്നത്. അവിടെ തീർന്നോ തുടക്കത്തിൽ പറഞ്ഞ വിഷയം? മുഖ്യമന്ത്രിയായിട്ടും MLA അല്ലാതിരുന്ന ആന്റണിക്ക് 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരു മണ്ഡലം കണ്ടെത്താൻ കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാഞ്ഞിട്ട് സ്വന്തം സീറ്റിലാണ് ലീഗ് ആന്റണിയെ മത്സരിപ്പിച്ചത്. കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരേ ഒരു തുറുപ്പ് ഷീറ്റായ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ വയനാട് സീറ്റ് തെരഞ്ഞെടുക്കുന്നതും അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ച മണ്ഡലത്തിൽ സഹോദരിയെ നിർത്തുന്നതും ലീഗിന്റെ വോട്ട് കണ്ടിട്ടാണ്. സ്വന്തം കൊടി പോലും പുറത്തെടുക്കാൻ പറ്റാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണം അരങ്ങേറേണ്ടി വന്നു അവർക്ക്. ലീഗ് ഇല്ലെങ്കിൽ മലബാറിലോ എന്തിന് മുക്കാലും പഴയ കൊച്ചിയിലോ ഒറ്റ സീറ്റ് കിട്ടാൻ സാധ്യമല്ല കോൺഗ്രസിന്. പക്ഷേ കോൺഗ്രസുകാർ വോട്ട് ചെയ്തത് ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുന്ന എത്ര മണ്ഡലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്? ഒരെണ്ണമെങ്കിലും. എന്നിട്ട് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ബസ്സായാണ് 2024 തെരഞ്ഞെടുപ്പിലും രാഹുലിനും പിന്നെ പ്രിയങ്കയ്ക്കും മത്സരിക്കാൻ ലീഗിന്റെ മണ്ഡലം മാത്രമേ ബാക്കിയുള്ളൂ. സ്വന്തം പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് രാജിവയ്പ്പിച്ചിട്ട് മാത്രം ലീഗിന്റെ സർവാദരണീയനായ MLAക്ക് സ്പീക്കർ സ്ഥാനം കൊടുത്ത തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ പലതവണ ഇല്ലാതാക്കാൻ ശ്രമിച്ച അതേ കോൺഗ്രസിന് വേണ്ടി ലീഗ് ഇനിയും പണിയെടുക്കും, ജയിപ്പിച്ചു കൊടുക്കും. ഒരു തരത്തിൽ അവരുടെ നിലപാടും ശരിയാണ്. ജയിച്ചാലും കോൺഗ്രസിൽ തന്നെ കാണുമെന്നുറപ്പുള്ള ആകപ്പാടെ 2 പേരല്ലേ ഉള്ളൂ ഇന്ത്യയിൽ. എന്തായാലും കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യണം. എന്നാൽ പിന്നെ അതിവരായിക്കോട്ടെ എന്ന് കരുതുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല.